ഓ ഫ്രണ്ട്സ് നമസ്കാരം. എനിക്കറിയാം ചെമ്പന്തപ്പൂവിൻ്റെ കഥ പറയാൻ ഇത്തിരി വൈകി. എനിക്കൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നു. കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്. എനിക്കറിയാം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി വിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ മുടക്കാതെ ഇന്നും കൂടി ഇടാം. ഇത്ര സമയമായാലും കഥ പറഞ്ഞിടാം. കാരണം നിങ്ങൾക്ക് ടി വിയിൽ കാണുന്ന സമയം ഇത്രയും നേരം ഇരുന്ന് കാണാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കഥയൊന്ന് കേൾക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രുതിയും കൂടി കടയിലുള്ള സമയത്ത് ശ്രുതിയും കൂടി വീട്ടിൽ നിന്ന് തല്ലുകൂടിയതിൻ്റെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടി ശ്രുതിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടിട്ട് മീര കയറി വരികയാണ്. മീര കയറി വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ റൊമാൻസ് തുടങ്ങിയാൽ ചോദിക്കുമ്പോൾ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി, അതിനെ തണുപ്പിക്കലാണെന്നൊക്കെ പറയണം ശ്രുതി. എന്നിട്ട് ചോദിക്കുകയാണ് നീ ഞാൻ പറഞ്ഞു കൊടുന്ന മീര ചോദിക്കുമ്പോൾ ആ കൊടുന്ന് പറയും. അപ്പോൾ എന്തായിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയാ പറയും ശ്രുതിയോട് മീര. അങ്ങനെ കൊടുന്നത് ഫോട്ടോ തുറന്നിട്ട് കാണിക്കുമ്പോൾ ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോ ആണ്. അപ്പോൾ അത് കാണുമ്പോൾ ശ്രുതി ചോദിക്കുക മീരോട് ഇതാണോ നീ എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ കൂടി ഇവിടെ വെക്കണ്ടെന്ന് എന്നീ കട പൊളിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മീര അവനെ കളിയാക്കണം. എന്നിട്ട് പറയാം ഇതിവിടെ വെച്ചാൽ മാത്രം പോരാ, ഇതിലെ ദിവസവും തുടച്ച് പൂക്കളർപ്പിച്ച് പൂമാലയിട്ട് പ്രാർത്ഥിക്കണം കട തുറന്നിട്ടെന്ന് പറയാണ് ശ്രുതിയോട്. പൂപ്പ് എന്താ ദേവതയുടെ പൂവുണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പൂ എടുത്ത് കൊടുന്നാൽ പോരെ, അപ്പോൾ അതിന് പൈസ കൊടുക്കണ്ടല്ലോ എന്ന് പറയണ ശ്രുതി. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചർച്ച ചെയ്തിരിക്കുന്ന സമയത്ത് ചന്ദ്രോദയത്തിൽ ചന്ദ്രയ്ക്ക് കഴുത്തുകൊണ്ട് വയ്യല്ലോ. ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കഴുത്ത് തിരിക്കാൻ പറ്റില്ല. എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് അറിയില്ല. ഇത് കാണുമ്പോൾ സച്ചി ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു റിവോൾവിംഗ് ചെയർ കൊടുത്തിട്ടുണ്ട്. അമ്മ ഇവിടെ ഇരുന്ന് അമ്മയ്ക്ക് ആരെ ചീത്ത പറയണം. അമ്മയ്ക്ക് ഏറെ മെയിനായിട്ട് ചീത്ത പറയേണ്ട എന്നെ രവതിനെയല്ല. അപ്പോൾ ചീത്ത പറയുന്ന സമയത്ത് ഈ ചെയർ ഇട്ടത് എങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കളിയാക്കണം. അങ്ങനെ കളിയാക്കുന്ന സമയത്ത് ചന്ദ്രമതി നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, നീ എന്നെ വല്ലാതെ കുത്തുണ്ട് രവിയേട്ട, നിങ്ങൾ അവരുടെ കൂടെ കൂടിയിട്ട് എന്നെ കുത്തുണ്ട് കേട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ രവീന്ദ്രൻ എന്നെ ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയും ഇതാ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് സച്ചി കളിയാക്കുമ്പോൾ റിവോൾവിംഗ് ചെയർ തിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചന്ദ്രമതി നിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരൊറ്റ വെട്ടിക്കാൻ കഴുത്ത്, അതോട് ഒരു ചന്ദ്രമതിയുടെ കഴുത്ത് ശരിയാണ്. എൻ്റെ കഴുത്ത് ശരിയായി പറയാണ് ചന്ദ്രമതി. അപ്പോൾ സച്ചി പറയും ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ റിവോൾവിംഗ് ചെയർ മേടിച്ചു കൊടുക്കുന്നത് ഉപകാരമായില്ല അച്ഛാ. ഇപ്പോൾ അമ്മയുടെ കഴുത്ത് ശരിയാവാൻ കാരണം ആരാ, റിവോൾവിംഗ് ചെയർ മേടിച്ചു കൊടുക്കുന്ന ആരാ നീ, അപ്പോൾ അമ്മയുടെ കഴുത്ത് ശരിയാവാൻ കാരണം ആരാ നീ. അപ്പം മനസ്സിലായില്ലേ എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി അവനെ രൂക്ഷമായിട്ട് നോക്കണം. അങ്ങനെ ചന്ദ്രമതിയുടെ കഴുത്ത് ശരി ചന്ദ്രമതി രേവതി ഇവിടെ പറയണം. അപ്പോൾ രേവതി ചെല്ലുമ്പോൾ പറയും ഇന്ന് പോയിട്ട് കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് 2-3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് നല്ലോണം ആസ്വദിച്ചൊന്ന് കഴിക്കണം, നല്ലോണം വറക്കണം കേട്ടോ എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് രേവതിയോട് ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ സച്ചി അപ്പോൾ രവീന്ദ്രൻ പറയണം ഇതിലും ഭേദം നിൻ്റെ കഴുത്ത് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് പറയണ രവീന്ദ്രൻ ചന്ദ്രയോട്. എനിക്കറിയാം നിങ്ങളും കുട്ടികളുടെ കൂടെ കൂടിയിട്ട് എന്നെ കുറേ കുത്തിയതാന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ രവീന്ദ്രനോട് ദേഷ്യപ്പെടണം. അപ്പോൾ രേവതിയോട് ചിക്കൻ മേടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് രേവതി എന്തോ തർക്കുത്തരം പറഞ്ഞു. അപ്പോൾ സച്ചി ചോദിക്കും വടി കൊടുത്ത് അടി മേടിക്കാൻ നിൽക്കണം അമ്മേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചന്ദ്രമതിയെ കളിയാക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ശ്രുതിയുടെ കടയാണെങ്കിൽ ശ്രുതിയുടെ കഥ കാണിക്കുന്ന സമയത്ത് ശ്രുതി രേവതിനെ വിളിക്കണം. രേവതി നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി ടൗണിലേക്ക് വന്നിക്കാന്ന് പറയും. അപ്പോൾ പറയും ശരി നീ ഞങ്ങളുടെ കടയ്ക്ക് കുറച്ച് പൂവും പൂമാലയും വേണം, അതിനെന്താ തരാമല്ലോ പറയണം, ഇന്ന് മുതൽ ദിവസവും വേണം ഇവിടെ കൊടുന്ന് തരണം, വേറെ ഒന്നുമല്ല മാസമായിട്ട് പൈസ തരാം എന്ന് പറയണം. അപ്പോൾ രേവതി ശരി അതിനെന്താ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കുക എന്തിനാ ശ്രുതി അവളുടെ അടുത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് തരാനൊക്കെ പറയണേ, അതാ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നാൽ പോരെ, ഈ പൈസ കൊടുക്കണേ. ശ്രുതി ഇത്ര അധപതിക്കല്ല, അവൾ നമ്മുടെ കടയിലേക്ക് ദിവസം നടക്കട്ടെ, നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിക്കാൻ പോകണം, അപ്പോൾ അവൾ ദിവസവും കൂടെ നടക്കട്ടെ എന്ന് പറയണം ശ്രുതി. നിൻ്റെ ബുദ്ധി കൊള്ളാം, നല്ല ബുദ്ധിയാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി അവളെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ രേവതി പൂമാലയും കൊണ്ട് വണ്ടിയിൽ വരുന്ന സമയത്ത് വേറെ ആരുമില്ല പ്രത്യക്ഷപ്പെട്ട നമ്മുടെ ബീരാനിക്ക് ഇല്ലേ ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിച്ച ആൾ ഷൂട്ടിന് വേണ്ടിയിട്ട് സ്കൂട്ടിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഡയലോഗ് പറഞ്ഞു കൊടുത്തിട്ട് അയാൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ സ്കൂട്ടിയും കൊണ്ട് ഷൂട്ടിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് എതിരെ രേവതി വരുമ്പോൾ രേവതി ഇയാളെ കാണുമ്പോൾ ഇത് ആരോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ രേവതി ഇരിക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് ബിരിയാണിക്ക് വിളെ കാണുമ്പോൾ ആകെ അമ്പരന്നിട്ട് ഇങ്ങോട്ട് വണ്ടി ഓടിക്കേണ്ട ആൾ നേരെ വണ്ടി തിരിച്ചു പോകണം. അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലത്തെ അവരൊക്കെ പറയണത് നിർത്തടോ തന്നെ എവിടേക്കാണ് പോകണം, നിർത്തടോ വണ്ടി നിർത്തടോ എന്നിങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബിരിയാണിക്ക് നേരെ രേവതിയെ കണ്ട ആ അമ്പരപ്പിൽ വണ്ടി എടുത്തിട്ട് പോയി രേവതി പിന്നാലെ സ്കൂട്ടി എടുത്ത് പോവാണ് ബിരിയാണിക്കനെ ഫോളോ ചെയ്ത് കുറേ ദൂരം മുമ്പ് ബിരിയാണിക്ക് പെട്ടെന്നൊരു പോക്കറ്റ് റോട്ടിക്ക് തിരികെ രേവതിക്ക് പിന്നെ ആളെ കാണില്ല. രേവതി അത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ, കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങനെ നേരെ പോവാണ്. വീരാനൊക്കെ അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് കറങ്ങി തിരിഞ്ഞ് വരുന്നത് വേറെ എവിടേക്കല്ല ശ്രുതിയുടെ കടയിലേക്കാണ്. അവിടേക്ക് എത്തിയില്ല. അതിന് മുമ്പ് തന്നെ ശ്രുതിക്ക് ഡീലറുടെ ഫോൺ വന്നിട്ട് ശ്രുതി പറയേണ്ടത് ശ്രുതി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം, ഡീലറെ കണ്ടിട്ട് വരാമെന്ന് പറയുന്നത്. അപ്പോൾ ശ്രുതിയും മീരയും കൂടിയിട്ടാണ് കടയിലുള്ളത്. ഈ സമയത്താണ് സ്കൂട്ടി നിർത്തിയിട്ട് ബീരാനിക്ക കടയിലേക്ക് ഓടി വരുന്നത്. ബീരാനിക്കനെ കാണുമ്പോൾ മീര പോയിട്ട് ശ്രുതിയോട് പറഞ്ഞു ശ്രുതി നിൻ്റെ ബീരാനിക്ക് വന്നിട്ട് ബീരാനോ അയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഓടി വന്നിട്ട് കടയുടെ മുമ്പിലേക്ക് പോണ സമയത്ത് ബീരാനിക്കോട് ചോദിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ഒരു കട തുടങ്ങിയ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയണം. നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, പിന്നെ എനിക്ക് കുറച്ച് വെള്ളം വേണം, വെള്ളം കുടിക്കാനാണ്, അപ്പോൾ നിങ്ങളിങ്ങോട്ട് കയറി വന്ന് വെച്ചിട്ട് ശ്രുതി ബീരാനെ ചീത്ത പറയണം. എനിക്കിത്തിരി വെള്ളം വേണം പറയണം. മീര ഇത്തിരി വെള്ളം കൊടുക്കുക പറയണം.
എന്നിട്ട് വെള്ളം കൊടുക്കുമ്പോൾ ബീരാനൊക്കെ പറയാൻ ശ്രുതിയോട്, ഞാനൊരു പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി കയറിയത്. എൻ്റെ ശ്രുതി പറയും, പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാനാ? ഏത് പെണ്ണെന്ന് ചോദിക്കുമ്പോൾ, ആ പെണ്ണില്ലേ പൂ കെട്ടണോള്, ആരാ അവളില്ലേ, ആ സച്ചിയുടെ ഭാര്യ രേവതി. രേവതിയോ? അവളെന്നെ കണ്ടു പറയണ. രേവതി നിങ്ങളെ കണ്ടോ ചോദിക്കും. അവളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിക്കറിയതാണ് ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ വീരനൊക്കെ പറഞ്ഞ് നിർത്തുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ കഥയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ എൻ്റെ കഥയായിട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ലേറ്റായി പോയി, സോറി. അപ്പോൾ എല്ലാവർക്കും താങ്ക്